തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. UDFന് വമ്പൻ വിജയം, വമ്പിച്ച വിജയം. അവകാശവാദങ്ങളുമായി നേതാക്കൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫുണ്ട്, UDF കൺവീനർ അടൂർ പ്രകാശ് അടക്കമുള്ളവർ ഉണ്ട്. ഈ 3 നേതാക്കൾക്ക് ഈ വിജയത്തിൽ അവകാശവാദം ഉന്നയിക്കാൻ അർഹതയുണ്ടോ? ഇല്ല എന്നതിൻ്റെ തെളിവാണ് ഈ 3 പേരുടെയും വാക്കുകൾ. അത് നമുക്ക് കേൾക്കാം. പരാതി വരുന്നത് അപ്പൊ രാഷ്ട്രീയ പ്രേരിതാണോ പരാതി? അങ്ങനെയും വിലയിരുത്താം. ഞാനത് പറയുന്നില്ല. അത് ആളുകൾക്ക് നന്നായിട്ട് അറിയും. ആ പരാതി എന്തിനാണ് എനിക്ക് കിട്ടുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾ കിട്ടിയല്ലോ. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? എന്തായിരുന്നു? ആ പരാതിക്ക് നന്നായിട്ട് അറിയാം അതാർക്കാണ് അയക്കേണ്ടതെന്ന്. പക്ഷെ എനിക്ക് അയച്ചു. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞത് തന്നെ. ആ പരാതി ആസൂത്രിതമായിട്ടുള്ള വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോ കടകംപള്ളി സുരേന്ദ്രന് നോട്ടീസ് അയച്ചു. ഞാനല്ല അയച്ചത്, എന്റെ വക്കീലെ കൊണ്ടാണ് ഞാൻ അയപ്പിച്ചത്. കാരണം ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന, ഇപ്പോ ഉള്ള നിയമപരമായ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ് അഭിഭാഷകൻ. ചിലപ്പോ ഒരു അഭിഭാഷകന്റെ സഹായം തേടി കാണും ആ കുട്ടി പരാതി കൊടുക്കാൻ നേരത്തെ തെറ്റില്ല. കേസുകൾ എടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് കേസ് എടുക്കുന്നത്? കേസ് എടുക്കട്ടെ, കേസ് എടുക്കുന്നതിന് അവിടെ വെച്ച് കണ്ടാൽ പോരെ. ഞാൻ കഴമ്പില്ല എന്ന് പറയും, അത് തന്നെ പറയും. കാരണം ഇതുപോലെ ഒത്തിരി ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്ന അവസരത്തിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ളതാണ്. അടുത്ത കാലത്ത് കോൺഗ്രസ് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണം. ആ സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നീട് നടപടിയെടുത്ത ഘട്ടത്തിൽ തന്നെ അതിനെതിരെ വിമർശനം കോൺഗ്രസ് നേതാക്കൾ തന്നെ നടത്തി. അത് അപ്പോഴുള്ള സാധാരണ സംഭവമാണ് എന്ന നിലയിലാണ് കരുതിയത്. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ട് നേതാക്കൾ രംഗത്ത് വരുന്നു, അതിനെ എതിർത്തുകൊണ്ട് നേതാക്കൾ രംഗത്ത് വരുന്നു. നേതാക്കൾക്ക് തമ്മിൽ പരസ്പര ധാരണയില്ല. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകേണ്ട KPCC പ്രസിഡന്റ് ഒരു പക്ഷം ചേർന്ന് നിലപാടെടുക്കുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. UDF കൺവീനർ, UDF ചെയർമാനാണ് പ്രതിപക്ഷ നേതാവ്, UDF കൺവീനർ അടൂർ പ്രകാശ് അദ്ദേഹത്തിന്റെ നിലപാട് പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നു. കോൺഗ്രസ് അഭിമുഖീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി, അതും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആ പ്രശ്നത്തിൽ പോലും ഏകീകൃതമായ തീരുമാനമെടുക്കാൻ കഴിയാതെ പോയ കോൺഗ്രസ് നേതാക്കളെയാണ് കണ്ടത്, ജനങ്ങൾ ചർച്ച ചെയ്തത്. എന്നിട്ടും കോൺഗ്രസ് വിജയിച്ചു. എന്തുകൊണ്ട്? CPIM LDF വിജയം കോൺഗ്രസിന് സമ്മാനിച്ചതാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നത്. കേരള രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞ കാര്യമുണ്ട്. കേരളത്തിൽ സർക്കാർ വിരുദ്ധ വികാരമുണ്ട്, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ വിരുദ്ധ വികാരമുണ്ട് എന്ന്. പ്രതിപക്ഷത്തിന് ഐക്യമില്ല. ഐക്യത്തോടെ കോൺഗ്രസിനെയും UDFനെയും കൊണ്ടുപോകേണ്ടത് ആരാണ്? പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹമാണ് UDFന്റെ ചെയർമാൻ. അടൂർ പ്രകാശാണ്, അദ്ദേഹമാണ് UDFന്റെ കൺവീനർ. ഇവർ രണ്ടുപേരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം KPCC പ്രസിഡന്റിനാണ്. ഈ 3 പേരും പക്ഷേ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ പരസ്പര നിലപാടെടുക്കുന്നു എന്നത് നാം കണ്ടതാണ്. അത് ജനങ്ങൾ ചർച്ച ചെയ്തതാണ്. അങ്ങനെയുള്ള ഒരു മുന്നണിയെ എന്തിന് ജനങ്ങൾ വിജയിപ്പിച്ചു എന്ന് ചോദിച്ചാൽ LDF വിരുദ്ധ വികാരം അത് UDFന് അനുകൂലമായി വോട്ടായി മാറി എന്നതേയുള്ളൂ. ഇത് UDFന്റെ വിജയമല്ല, UDF നേതാക്കളുടെ വിജയമല്ല, ഇത് LDFന്റെ പരാജയമാണ് എന്നതാണ് കാരണം. ഇത് മാത്രമാണോ പ്രശ്നം? കേരളം ഏറെക്കാലം ചർച്ച ചെയ്ത വിഷയമായിരുന്നല്ലോ നടിയെ ആക്രമിച്ച കേസ്. ദിലീപിന് ജാമ്യം അനുവദിച്ച ഘട്ടത്തിൽ അടൂർ പ്രകാശ് UDF കൺവീനർ പറഞ്ഞത് പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാകില്ല. കേൾക്കാം. നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പമൊക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം. ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി കോടതി, അത് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് പറയുന്നത്. UDFന്റെ കൺവീനറാണ്.
പിന്നീട് വലിയ പ്രതിഷേധം ഉയർന്നു, അദ്ദേഹം അത് മാറ്റിപ്പറയുകയൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അതാണ് ഉള്ളത്, അതാണ് ആദ്യം പുറത്തു വന്നത്. രണ്ടാമത് പറഞ്ഞത്, തിരുത്തിയത് പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ പറഞ്ഞത് മാത്രമാണ്. അത് അദ്ദേഹത്തിന്റെ നിലപാടല്ല. നിലപാട് അദ്ദേഹം ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് UDF കൺവീനറുടെ സ്ഥിതി. ഇതെല്ലാം കണ്ടും കേട്ടും ജനങ്ങൾ UDFന് വോട്ട് ചെയ്തത് UDFലെ ഐക്യം കൊണ്ടല്ല, UDFന്റെ ഗുണം കൊണ്ടല്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇതാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ സ്ഥിതി. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, 2026 കടക്കില്ല. കോൺഗ്രസ് മാറ്റം കോൺഗ്രസിലും ഉണ്ടാകണം എന്ന അഭിപ്രായം കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട്.